നല്ല ചിന്ത. രാജാവ് വേഷപ്രച്ഛന്നനായി നടക്കുമ്പോഴെല്ലാം മരച്ചുവട്ടിൽ ധ്യാനനിമഗ്നനായിരിക്കുന്ന യുവാവിനെ കാണാറുണ്ടായിരുന്നു. ഒരു ജ്ഞാനിയായിരിക്കുമെന്ന് കരുതി രാജാവ് അയാളെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. അയാൾ ക്ഷണം സ്വീകരിച്ചു. രാജാവ് അയാൾക്ക് കൊട്ടാരത്തിലെ എല്ലാ സൗകര്യങ്ങളും നൽകി. എന്നാൽ നാളുകൾ കടന്നുപോയിട്ടും ഒരു പ്രബോധനവും പോലും ഉച്ചരിക്കാതിരുന്ന അയാൾ ഒരു ജ്ഞാനിയല്ലെന്ന് രാജാവ് ഉറപ്പിച്ചു. ജ്ഞാനി ആയിരുന്നുവെങ്കിൽ ക്ഷണിച്ചപ്പോഴേ കൂടെ പോരില്ലായിരുന്നു, ഈ സൗകര്യങ്ങൾ ആസ്വദിക്കില്ലായിരുന്നു. നാളുകൾ കഴിഞ്ഞിട്ടും അയാൾക്ക് തിരിച്ചു പോകാൻ ഭാവമില്ല. ഒരു ദിവസം രാജാവ് അയാളോട് ചോദിച്ചു, നമ്മൾ രണ്ടുപേരും സുഖിച്ച് ജീവിക്കുന്നു. അപ്പോൾ നമ്മൾ തമ്മിൽ എന്താണ് വ്യത്യാസം? അയാൾ രാജാവിനെയും കൂട്ടി പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു. ഇതിന് ഉത്തരം പറയാൻ രാജ്യത്തിൻ്റെ അതിർത്തി വരെ പോകണം. രാജാവ് സമ്മതിച്ചു. അതിർത്തി എത്തിയപ്പോൾ യുവാവ് പറഞ്ഞു, ഞാൻ ഇനിയും മുന്നോട്ട് പോകും. താങ്കൾക്ക് വരാൻ കഴിയുമോ? രാജാവ് നിഷേധിച്ചു. അതെൻ്റെ സ്ഥലമല്ല. എനിക്ക് സ്വന്തമായി രാജ്യവും കുടുംബവും ഭരണ സംവിധാനവുമുണ്ട്. അത് വിട്ട് എനിക്ക് വരാൻ പറ്റില്ല. യുവാവ് പറഞ്ഞു, ഇതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. എനിക്ക് സ്വീകരിച്ചതുപോലെ തന്നെ ഉപേക്ഷിക്കാനും കഴിയും. എനിക്ക് സ്വീകരിച്ചതുപോലെ തന്നെ ഉപേക്ഷിക്കുവാനും കഴിയും. എന്തിനോടൊക്കെ അടുപ്പം പുലർത്തുന്നുവോ അതെല്ലാം ജീവിതത്തിൽ ആത്മാർത്ഥതയും ദിശയും തീരുമാനിക്കും. അടുപ്പത്തിനിടയിലെ അകലവും അകലത്തിനിടയിലെ അടുപ്പവുമാണ് ബന്ധങ്ങളുടെ മാസ്മരികത തീരുമാനിക്കുന്നത്. എന്തിനോടൊക്കെയാണോ അകലാൻ പറ്റാത്തത് അതെല്ലാം ആകർഷണ കേന്ദ്രങ്ങളാണ്. എന്തിനോടൊക്കെയാണോ അടുക്കാൻ പറ്റാത്തത് അവയെല്ലാം വികർഷണ കേന്ദ്രങ്ങളാണ്. അമിതമായ അടുപ്പം എന്തിനോടൊക്കെ പുലർത്തുന്നുവോ അതെല്ലാം അധിക ബാധ്യതയാവും, നഷ്ടപ്പെടും എന്ന് ഉറപ്പുള്ളവയോട് വിട നൽകി മുന്നോട്ട് പോകാൻ കഴിയുന്നവരാണ് യാഥാർത്ഥ്യവുമായി എളുപ്പത്തിൽ പൊരുത്തപ്പെടുന്നത്. ഒരുവന്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. നല്ല ചിന്ത. ഒരാൾക്ക് വഴിയിൽ കിടന്ന ഒരു മുത്ത് കിട്ടി. വളരെ വിലപിടിപ്പുള്ളതും മനോഹരവുമായിരുന്നെങ്കിലും ഒരു ചെറിയ പാട് അതിലുണ്ടായിരുന്നു. ആ പാട് മാറ്റിക്കഴിഞ്ഞാൽ അത് ഏറ്റവും മനോഹരമായ മുത്തായി മാറുമെന്ന് കരുതി ചുരണ്ടി നോക്കിയെങ്കിലും ആ പാട് പോയില്ല. മുത്തിൻ്റെ പല പാളികളും കടന്ന് പാട് നീക്കാൻ പ്രക്രിയ തുടർന്നു. എങ്കിലും അത് അങ്ങനെ തന്നെ അവശേഷിച്ചു. അവസാന ശ്രമത്തിൽ പാടില്ലാതായി. പക്ഷേ അപ്പോഴേക്കും മുത്തും ഇല്ലാതായിരുന്നു. ഇങ്ങനെ ആയി എന്ന ചോദ്യത്തിന് എല്ലാവർക്കും ചില കഥകൾ പറയാനുണ്ടാകും. വെയിൽ കൊണ്ടതിൻ്റെയും മഴ നനഞ്ഞതിൻ്റെയും മറ്റുള്ളവർ ചവിട്ടി അരച്ചതിൻ്റെയും ഒക്കെ അവിടെയെല്ലാം സ്വയം പുനർനിർമ്മാണം നടത്തിപ്പിടിച്ച് നിന്നവർക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ പാട് അവശേഷിക്കുക സ്വാഭാവികം തന്നെ. അവിടെയെല്ലാം സ്വയം പുനർനിർമ്മാണം നടത്തി പിടിച്ചു നിന്നവയ്ക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ പാട് അവശേഷിക്കുക സ്വാഭാവികം തന്നെ. അതിനെ ബഹുമാനിക്കാൻ ശീലിക്കണം. ഉൾബലത്തിൻ്റെ പ്രകാശമാണ് അത് ഇല്ലാതാകുമ്പോൾ ആളും ഇല്ലാതാകും. മുറിവുകൾ ഇല്ലാത്തവരെ എന്തിനു കൊള്ളാം? ഒരു അനുഭവങ്ങളിലൂടെയും കടന്നു പോകാത്തവർക്ക് സൗകര്യങ്ങളുടെ സുഖശീതളയിൽ മാത്രം ജീവിച്ചവർക്ക് എങ്ങനെയാണ് പ്രതിസന്ധികളെ തരണം ചെയ്യാനാകുക? ഒരു മുറിവും ഏൽക്കേണ്ടി വന്നിട്ടില്ല എന്നതിലല്ല ജീവിതത്തിൻ്റെ വൈശിഷ്ട്യം. ഓരോ അപകട മേഖലയിൽ നിന്നും ചെറിയ ക്ഷതങ്ങളും നഷ്ടങ്ങളുമായിട്ടാണെങ്കിലും മുമ്പോട്ട് പോകാൻ കഴിഞ്ഞു എന്നതിലാണ് ജീവിതത്തിൻ്റെ വൈശിഷ്ട്യം. കടപ്പാട്. നീ എന്നെ എന്തിനാ ഇങ്ങനെ കുത്തി നോവിക്കുന്നു? പൂവിന്റെ ചോദ്യത്തെ വണ്ട് ചിരിച്ചു. നിനക്ക് നൊന്താലും ഇല്ലേലും എനിക്ക് നേരം പോണം.
മുറിവേൽപ്പിച്ച് ആസ്വദിക്കുന്നവർ, എത്ര മുറിവേറ്റാലും വെറുക്കാൻ കഴിയാത്ത നിസ്സഹായർ, മുറിവേൽക്കുന്നത് സ്നേഹമാണെന്ന് തെറ്റിദ്ധരിക്കുന്നവർ, ഹൃദയം തുറന്നുകൊടുത്ത് മുറിവേൽപ്പിക്കാനുള്ള അനുവാദം കൊടുക്കുന്നവർ, ആ മുറിവുകളെ സ്നേഹിച്ച് സ്വയം തോൽക്കുന്നവർ. ചിലർക്ക് വേദന എന്നത് സ്നേഹത്തിന്റെ മറ്റൊരു പേര് മാത്രമാണ്. നീ എന്നെ എന്തിനാ ഇങ്ങനെ കുത്തി നോവിക്കുന്നത്? ഏകാന്തതയുടെ തുരുത്തുകളിലേക്ക് ഒരു മനുഷ്യനും സ്വയം തുളഞ്ഞെത്തില്ല. സാഹചര്യങ്ങളുടെ തിരകളാണ് അവരെ ആ തുരുത്തുകളിലേക്ക് എത്തിക്കുന്നത്. ദുരനുഭവങ്ങളിലും അവഗണനകളിലും ഒറ്റപ്പെടുത്തലുകളിലും പെട്ട് മനസ്സ് നീറിപ്പുകയുമ്പോൾ അവനവനിൽ തന്നെ അപകർഷതാബോധം ഉടലെടുക്കും. ആ അപകർഷതാബോധമാണ് എല്ലാത്തിൽ നിന്നും അകന്നു മാറി നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. സന്തോഷത്തിൻ്റെ ചിറകുകൾ വീശി സ്വാതന്ത്ര്യത്തിൻ്റെ വെളിച്ചത്തിൽ പറന്നു നടന്ന മനുഷ്യർ സ്വയം സൃഷ്ടിച്ച കൂരിരുട്ടിലേക്ക് വലിച്ചെറിയപ്പെടും. അപ്പോൾ ആ ഇരുട്ട് ഒരു തടവറയല്ല, ആ ഇരുട്ട് അവനവനെ തന്നെ തിരിച്ചറിയാനുള്ള വെളിച്ചമാക്കണം. ആ ഏകാന്തതയിലിരുന്ന് ഇന്നലെ വരെ ഒപ്പമുണ്ടായിരുന്ന മനുഷ്യരെ തിരിച്ചറിയാൻ ശ്രമിക്കണം. ഇന്ന് തിരിഞ്ഞു നോക്കാത്ത ആ മനുഷ്യർക്ക് വേണ്ടി ഒരിക്കൽ പാഴാക്കിയ സമയത്തെക്കുറിച്ചും അവർക്ക് വേണ്ടി ഉപേക്ഷിച്ച് കളഞ്ഞ സ്വപ്നങ്ങളെക്കുറിച്ചും സന്തോഷങ്ങളെക്കുറിച്ചും കണക്കെടുക്കണം. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെയും ചില കണക്കെടുപ്പുകൾ ആവശ്യമായി വരും. ആ ഏകാന്തതയിൽ അനുഭവിക്കുന്ന വേദനയുടെ പാഴ്മുറത്തിലിട്ട് ഉറ്റവരിലെയും ഉടയവരിലെയും കല്ലും നെല്ലും പതിരും തരം തിരിക്കണം. അങ്ങനെ പാമ്പ് പടം പൊഴിക്കുപോലെ വേദനകൾക്ക് കാരണമായ മനുഷ്യരെയും വേദനിപ്പിച്ച ഇടങ്ങളെയും എന്നേക്കുമായി ഒഴിവാക്കാനുള്ള തീരുമാനമെടുക്കണം. പിന്നെ അവിടെ നിന്ന് ദിവസങ്ങളോളം സമാധിയിലായിരുന്ന പുഴു വർണ്ണച്ചിറക് വെച്ച് പൂമ്പാറ്റയായി പുറത്തു വരുന്നത് പോലെ പറന്നുയരണം. ഇനിയെത്ര സമയം മുന്നിലുണ്ടെന്ന് ആലോചിക്കാതെ, ഉള്ള സമയത്തെ ആർക്കും പണയം വയ്ക്കാതെ ആഘോഷമാക്കണം. കൂടെയുണ്ടെന്ന് പറഞ്ഞവരെയല്ല, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സന്തോഷത്തിലും സങ്കടത്തിലും ഒരുപോലെ കൂടെ നിന്നവരെ, അവരെ മാത്രം കൂടെ നിർത്തണം. അങ്ങനെ ഒരാൾ അക്കൂട്ടത്തിലില്ലെങ്കിൽ ഒന്നും ആലോചിക്കരുത്, തനിച്ച് പറന്നേക്കണം. ഇനിയൊരിക്കൽ ചിറക് കുഴയും മുമ്പ് പരമാവധി ദൂരം പറക്കണം. ഒരിക്കൽ വീണ്ടെടുത്തു നിന്നും ഉയർത്തെഴുന്നേറ്റ മനുഷ്യരെയൊന്നും അവർ സ്വയം തിരിച്ചറിയുന്നുവെങ്കിൽ അടുത്തൊരാൾക്കും അത്രമേൽ എളുപ്പത്തിൽ തളർത്താൻ കഴിയില്ല. കടപ്പാട്. ഈ കടപ്പാട് എന്ന് പറഞ്ഞിട്ടുള്ള ഓരോന്നും ഞാൻ വായിക്കുന്നത് എൻ്റെ ജീവിതകാലം അത്രയുമുള്ള അനുഭവങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് കടപ്പാട് ജയേഷ് മൈനാഗപ്പള്ളിയുടെ എല്ലാ വിവരണങ്ങളും എൻ്റെ ജീവിതകാലം അത്രയും അനുഭവിച്ചിട്ടുള്ള സംഗതികൾ തന്നെയാണ്. അതുകൊണ്ടാണ് കടപ്പാട് എന്ന് പറഞ്ഞ് അതെല്ലാം വീഡിയോയിൽ വിടാൻ എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ വേറെ 2-3 പേരുടെയും ഞാൻ വിടാറുണ്ട്. മൊത്തത്തിൽ എല്ലാവരുടെയും എൻ്റെ 10-66 കൊല്ലത്തെ ജീവിതം തന്നെയാണെന്ന് എനിക്ക് തോന്നി തുടങ്ങും, ഓരോരുത്തരും എഴുതുന്ന ഓരോ വിവരണങ്ങളും. അതുകൊണ്ടാണ് ഞാൻ എല്ലാതും കടപ്പാട് എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ ദിവസവും വിടുന്നത്. പിന്നെ അതിലൂടെ എൻ്റെ ജീവിതാനുഭവവും ഞാൻ വിവരിക്കുന്നുണ്ട്, കടപ്പാട് എന്ന് പറഞ്ഞ് വിവരിക്കുന്നതോടൊപ്പം.
ആശുപത്രി കിടക്കയിൽ വയോധികനായ ഒരു മനുഷ്യൻ തന്റെ അന്ത്യനിമിഷങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. കിടക്കയ്ക്ക് ചുറ്റും നഴ്സും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. അയാൾ തന്റെ മൂത്ത മകനോട് ഇപ്രകാരം പറഞ്ഞു: മകനെ, സിറ്റിക്കുള്ളിലെ 15 വീടുകൾ നിനക്കുള്ളതാണ്. അതിനുശേഷം മകളോട് പറഞ്ഞു: ഗാർഡൻ നഗറിലെ എല്ലാ ബംഗ്ലാവുകളും നിനക്കുള്ളതാണ്. അതിനുശേഷം ഇളയ മകനോട് പറഞ്ഞു: നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനാണ്, അതുകൊണ്ട് തന്നെ മാർക്കറ്റിനുള്ളിലെ 20 കടകൾ നിനക്കുള്ളതാണ്. അവസാനമായി ഭാര്യയോട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ പോയ ശേഷം നീ പണത്തിനു വേണ്ടി ബുദ്ധിമുട്ടരുത്, അതുകൊണ്ട് ലേക്ക് വ്യൂ അപ്പാർട്ട്മെന്റിലെ 12 ഫ്ലാറ്റുകൾ നീ കൈവശം വെക്കണം. ഇതെല്ലാം കേട്ടുനിന്ന നേഴ്സ് ഭാര്യയോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ എത്ര ഭാഗ്യവതിയാണ്, അതിസമ്പന്നനായ ഒരു ഭർത്താവ്. അദ്ദേഹം കടന്നു പോകുമ്പോൾ സ്വത്ത് എല്ലാവർക്കും ഭാഗിച്ചു നൽകുന്നു. ഭാര്യ ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അയ്യോ, വെറുതെ തെറ്റിദ്ധരിക്കണ്ട, ഇതൊന്നും സ്വത്തല്ല, അങ്ങേരൊരു പത്രവിതരണക്കാരനാണ്. നാളെ മുതൽ ആരൊക്കെ ഏതൊക്കെ ഏരിയയിൽ പത്രമിടണമെന്ന ഡ്യൂട്ടി. This is the end for you. വീതിച്ചു നൽകുകയാണ്. ഒരു പക്ഷിക്ക് വെളുത്ത റോസാപ്പൂവിനോട് വലിയ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അവൾ റോസാപ്പൂവിനോട് പറഞ്ഞു: എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാണ്. റോസാപ്പൂവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: എന്റെ നിറം ചുവപ്പാകുന്നത് വരെ എനിക്ക് നിന്റെ സ്നേഹം വേണ്ട. വിഷമത്തോടെ പക്ഷി മറുപടി പറഞ്ഞു: അങ്ങനെ പറയരുത്, നീ ഇല്ലാതെ ഞാൻ പൂർണ്ണയല്ല. എന്നാൽ റോസാപ്പൂവ് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. റോസാപ്പൂവിന്റെ മനസ്സ് മാറുന്നതും കാത്ത് ഏറെ നേരം ആ പക്ഷി റോസാമുള്ളുകളിൽ തറഞ്ഞു നിന്നു. ഒടുവിൽ അവളുടെ രക്തം വാർന്ന് ആ റോസാപ്പൂവിന്റെ നിറം ചുവപ്പായി തീർന്നു. ഒടുവിൽ റോസാപ്പൂവ് പക്ഷിയോട് പറഞ്ഞു: ഇപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പക്ഷേ അപ്പോഴേക്കും സമയം വൈകിപ്പോയിരുന്നു. ആ പക്ഷി രക്തം വാർന്ന് മരിച്ചിരുന്നു. ഇന്നത്തെ പല പ്രണയങ്ങളുടെയും യഥാർത്ഥ അവസ്ഥ ഇങ്ങനെയാണ്. നമ്മൾ ഒരാളെ അഗാധമായി സ്നേഹിക്കുന്നത് കൊണ്ട് ആ സ്നേഹം തിരികെ കിട്ടണമെന്നില്ല. നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറയപ്പെടുമ്പോഴൊക്കെ നാം സ്വയം വില കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരു പക്ഷിക്ക് വെളുത്ത റോസാപ്പൂവിനോട് വലിയ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അവൾ റോസാപ്പൂവിനോട് പറഞ്ഞു: എല്ലാവർക്കും
നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്.